ആകാശവാണി വാർത്താ വീക്ഷണം. ഇന്ത്യ ഇസ്രായേൽ ബന്ധങ്ങൾക്ക് പുതിയ മാനം നൽകി ചരിത്ര ദൌത്യവുമായി പ്രധാനമന്ത്രി. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം അഞ്ജു പ്രഭ. തന്ത്രപരമായ പങ്കാളിത്തം ശക്തമാക്കാനും വിവിധ മേഖലകളിൽ ബന്ധം വിപുലീകരിക്കാനും ലക്ഷ്യമിട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ഇസ്രായേൽ സന്ദർശനം ചരിത്ര ദൌത്യമായി. 9 വർഷത്തിനിടെ പ്രധാനമന്ത്രിയുടെ രണ്ടാമത്തെ ഇസ്രായേൽ സന്ദർശനമാണിത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ ക്ഷണപ്രകാരമായിരുന്നു സന്ദർശനം. 2017 ഇസ്രായേൽ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ചരിത്രം കുറിച്ചിരുന്നു. ഇന്ത്യയും ഇസ്രായേലും ദീർഘകാലമായി ഊഷ്മളമായ നയതന്ത്ര ബന്ധങ്ങൾ പങ്കിടുന്ന സുഹൃത്ത് രാഷ്ട്രങ്ങളാണ്. 1992 പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിനുശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാമ്പത്തിക, കാർഷിക, രാഷ്ട്രീയ തലങ്ങളിൽ സുസ്ഥിരമായി വളർന്നു. ഭീകരതയ്ക്കെതിരായ സമീപനത്തിൽ ഇന്ത്യയ്ക്കും ഇസ്രായേലിനും ഒരേ നിലപാടാണ്. പ്രതിസന്ധികൾ നേരിട്ട എല്ലാ സമയങ്ങളിലും ഇരു രാജ്യങ്ങളും പരസ്പരം പിന്തുണച്ച് ഒരുമയോടെ നിന്നിട്ടുണ്ട്. സന്ദർശനത്തിന്റെ ആദ്യ ദിനം ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുരാതന നാഗരിക ബന്ധങ്ങളാലും ശക്തമായ ആധുനിക പങ്കാളിത്തത്താലും ഇന്ത്യയും ഇസ്രായേലും സുദൃഢ ബന്ധത്തിലാണെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. സാങ്കേതിക വിദ്യ, നവീകരണം, പ്രതിരോധം, സുരക്ഷ, തന്ത്രപരമായ പങ്കാളിത്തം എന്നിവയിലെ യോജിപ്പാണ് സമകാലിക സഹകരണത്തെ മുന്നോട്ട് നയിക്കുന്നത്. കൃഷി, ഗ്രാമവികസനം, ജലപരിപാലനം, സംരംഭകത്വം എന്നിവയിൽ ഇപ്പോൾ ഊർജ്ജസ്വലമായ സഹകരണമാണ്. ഭീകരവാദത്തിന്റെ വേദനയും ദുരിതവും വളരെക്കാലം ഇന്ത്യ സഹിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരതയെ ന്യായീകരിക്കാൻ ഒന്നിനും കഴിയില്ല. എന്ത് ന്യായം പറഞ്ഞാലും നിരപരാധികളെ ലക്ഷ്യം വെക്കുന്ന ഭീകരപ്രവർത്തനങ്ങളും ഹിംസയും ഒരിക്കലും അനുവദിക്കാനാവില്ല. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ ഇസ്രായേലിനൊപ്പം പൂർണ്ണ ബോധ്യത്തോടെ ഉറച്ചു നിലകൊള്ളും. ഇസ്രായേലിനോടുള്ള ശക്തമായ ഐക്യദാർഢ്യ സന്ദേശം നൽകിയ നരേന്ദ്രമോദി ഭീകരത എവിടെയും സമാധാനത്തിന് ഭീഷണിയാണെന്ന് വ്യക്തമാക്കി. ഒക്ടോബർ 7 ഭീകരാക്രമണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും അത്തരം ക്രൂരതയ്ക്ക് ഒരു ന്യായീകരണവുമില്ലെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. നിരവധി തവണ ഇസ്രായേൽ പാർലമെന്റ് അംഗങ്ങളുടെ വൻ കരഘോഷം ഏറ്റുവാങ്ങിയ ചരിത്രപ്രധാനമായ പ്രസംഗത്തിൽ ഭീകരതയെ ആർജവത്തോടെ നേരിടാനുള്ള ഇന്ത്യയുടെ ശക്തമായ ദൃഢനിശ്ചയം നരേന്ദ്രമോദി പ്രകടമാക്കി. 140 കോടി ഇന്ത്യക്കാരുടെ ആശംസകളും സൗഹൃദത്തിന്റെയും ബഹുമാനത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും സന്ദേശവും സമർപ്പിക്കുകയാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. പീഡനത്തിന്റെയോ വിവേചനത്തിന്റെയോ ഭയമില്ലാതെ ജൂത സമൂഹങ്ങൾ സുരക്ഷിതരായി ജീവിച്ച നാടാണ് ഇന്ത്യ. ഐക്യരാഷ്ട്ര രക്ഷാസമിതി അംഗീകരിച്ച ഗാസ സമാധാന സംരംഭത്തെ മേഖലയിൽ നീതിയുക്തവും ശാശ്വതവുമായ സമാധാനം കൈവരിക്കുന്നതിനുള്ള ഒരു പാതയായി പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു. ഈ സംരംഭത്തിന് ഇന്ത്യ ഉറച്ച പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിൽ നൽകിയ സ്വീകരണത്തിൽ നരേന്ദ്രമോദിയെ സഹോദരൻ എന്ന് വിശേഷിപ്പിച്ചാണ് ബെന്യാമിൻ നെതന്യാഹു സ്വാഗതം ചെയ്തത്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് നൽകിയ അസാധാരണ സംഭാവനകൾ കണക്കിലെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്പീക്കർ ഓഫ് ദി നെസറ്റ് മെഡൽ നൽകി ആദരിച്ചു. നെസറ്റിന്റെ പരമോന്നത ബഹുമതിയായ ഈ മെഡൽ ലഭിക്കുന്ന ആദ്യ നേതാവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ശാശ്വതമായ സൗഹൃദത്തിന് പ്രധാനമന്ത്രി ഈ ബഹുമതി സമർപ്പിച്ചു. ഇരു രാജ്യങ്ങളെയും കൂട്ടിയിണക്കുന്ന ശക്തമായ പാർലമെന്ററി ജനാധിപത്യ ബന്ധങ്ങൾക്കുള്ള ആദരവാണ് ഈ നിയോഗമെന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ഹ്രസ്വമായ ഒരു സ്വകാര്യ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഇരുവരും നെസറ്റിലേക്ക് പ്രത്യേക സമ്മേളനത്തിനായി പോയത്. ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ ഭരണാധികാരി എന്ന ചരിത്ര നേട്ടം നരേന്ദ്രമോദി ഈ സന്ദർശനത്തിലൂടെ സ്വന്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനും പ്രധാന മേഖലകളിൽ സഹകരണത്തിന്റെ പുതിയ വഴികൾ ആരായാനും ഇരു നേതാക്കളും പരസ്പരം ഉറപ്പു നൽകി. ലോകത്തെ മുഴുവൻ സേവിക്കാൻ കഴിയുന്ന ബന്ധമാണിതെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഇന്ത്യയ്ക്കും ഇസ്രായേലിനും ആഗോള നന്മയ്ക്കായി കരുത്തുറ്റ ശക്തിയാകാൻ കഴിയുമെന്ന് പറഞ്ഞു. പരിസ്ഥിതി പരിപാലനത്തിന്റെയും നേതാക്കൾ തമ്മിലുള്ള വ്യക്തിപരമായ ഊഷ്മളതയുടെയും പ്രതീകമായി ഏക് പേഡ് മാ കെ നാം സംരംഭത്തിന്റെ ഭാഗമായി പ്രസിഡന്റിന്റെ വസതിയിൽ പ്രധാനമന്ത്രി വൃക്ഷത്തൈ നട്ടു. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിനെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. നേരത്തെ പ്രധാനമന്ത്രി വംശഹത്യയിലെ ഇരകൾക്കായുള്ള ഇസ്രായേലിന്റെ ഔദ്യോഗിക സ്മാരകം യാദ് വശം സന്ദർശിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനൊപ്പം അദ്ദേഹം സ്മാരക ഹാളിൽ പുഷ്പചക്രം അർപ്പിച്ചു. കൊല്ലപ്പെട്ട ലക്ഷക്കണക്കിന് ജൂതരുടെ പേരുകൾ ഉൾപ്പെടുത്തിയ പുസ്തകവും അദ്ദേഹം കണ്ടു.
സന്ദർശനത്തിന്റെ രണ്ടാം ദിവസം നരേന്ദ്രമോദിയും ബെന്യാമിൻ നെതന്യാഹുവും തമ്മിൽ നടന്ന പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും ഇസ്രായേലും നിരവധി ധാരണാപത്രങ്ങൾ കൈമാറി. സാംസ്കാരിക വിനിമയം, ജിയോഫിസിക്കൽ പര്യവേക്ഷണം, മത്സ്യബന്ധനം, മത്സ്യകൃഷി, UPI, നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തൽ തുടങ്ങിയ മേഖലകളിലാണ് കരാറുകൾ ഒപ്പുവച്ചത്. ഉഭയകക്ഷി ബന്ധം സമാധാനത്തിനും നവീകരണത്തിനും സമൃദ്ധിക്കും വേണ്ടിയുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി സംയുക്ത പ്രസ്താവനയിൽ ഇരു നേതാക്കളും അറിയിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ എല്ലാ രൂപങ്ങളിലുമുള്ള ഭീകരതയെയും നേതാക്കൾ ശക്തമായി അപലപിച്ചു. സമഗ്രവും സുസ്ഥിരവുമായ രീതിയിൽ ഭീകരതയെ ചെറുക്കുന്നതിന് യോജിച്ച അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് അവർ ആഹ്വാനം ചെയ്തു. ആഗോള സമാധാനവും സുരക്ഷയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള അചഞ്ചലമായ പ്രതിബദ്ധത നരേന്ദ്രമോദിയും നെതന്യാഹുവും ആവർത്തിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിയെ അവർ സ്വാഗതം ചെയ്തു. നിർമ്മിത ബുദ്ധിയുടെ കഴിവുകളിലും വൈദഗ്ധ്യത്തിലും സഹകരണം വർദ്ധിപ്പിക്കും. ബഹിരാകാശ വ്യവസായങ്ങളിൽ കൂടുതൽ സഹകരണം വളർത്തിയെടുക്കും. സർക്കാർ, സ്വകാര്യ മേഖലകളിൽ സൈബർ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും നടപടി കൈക്കൊള്ളും. ഇന്ത്യ-ഇസ്രായേൽ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകും. ഇന്ത്യയുടെ ഫിൻടെക് വിപ്ലവത്തെ പ്രധാനമന്ത്രി നെതന്യാഹു അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള അവസരം പ്രയോജനപ്പെടുത്താൻ ഇന്ത്യൻ ഇസ്രായേലി വിമാന കമ്പനികളെ പ്രോത്സാഹിപ്പിക്കും. അടുത്ത 5 വർഷത്തിനുള്ളിൽ 50,000 ഇന്ത്യൻ തൊഴിലാളികൾ കൂടി ഇസ്രായേലിലെത്തുമെന്ന് ഇരു നേതാക്കളും അറിയിച്ചു. ആഗോള അനിശ്ചിതത്വങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ I2U2 പങ്കാളിത്തം പോലുള്ള സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രതിബദ്ധത നേതാക്കൾ ആവർത്തിച്ചു ഉറപ്പിച്ചു. ടെലവീവിൽ നേരത്തെ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. ഇരു നേതാക്കളും പങ്കിടുന്ന വ്യക്തിപരമായ അടുപ്പത്തിന് ഊഷ്മളത പകർന്ന് പ്രധാനമന്ത്രി നെതന്യാഹുവും ഭാര്യ സാറ നെതന്യാഹുവും പ്രോട്ടോകോൾ വ്യവസ്ഥകൾ മറികടന്ന് നരേന്ദ്രമോദിയെ നേരിട്ട് സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളും ജൂത ഇന്ത്യൻ പ്രവാസി പ്രതിനിധികളും ആവേശകരമായ സ്വീകരണം നൽകി. ഇന്ത്യൻ പൈതൃകത്തിന്റെ സമ്പന്നമായ വൈവിധ്യം പ്രകടമാക്കി അരങ്ങേറിയ സംഗീതവും നൃത്തവും ഉൾക്കൊള്ളുന്ന സാംസ്കാരിക കലാപരിപാടികൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ അവിസ്മരണീയമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെന്യാമിൻ നെതന്യാഹുവിനൊപ്പം ജെറുസലേമിൽ ഉന്നതതല സാങ്കേതിക പ്രദർശനം സന്ദർശിച്ചു. നിരവധി പ്രമുഖ ഇസ്രായേലി സ്ഥാപനങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ, സാങ്കേതിക സംരംഭകർ, CEOമാർ എന്നിവരുമായി നരേന്ദ്രമോദി സംവദിച്ചു. ഇന്ത്യ-ഇസ്രായേൽ സൌഹൃദം ശക്തിപ്പെടുത്തുന്നതിൽ വലിയ സംഭാവന നൽകിയ ഇന്ത്യൻ പ്രവാസികളുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. ഇന്ത്യ-ഇസ്രായേൽ ബന്ധം ചരിത്രപരമാണ്. 2017 ജൂലൈയിൽ പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശന വേളയിൽ നവീകരണം, സാങ്കേതികവിദ്യ, ജലം, കൃഷി, ബഹിരാകാശ ശാസ്ത്രം എന്നീ മേഖലകളിലെ സഹകരണത്തിനായി 7 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചിരുന്നു. സംയുക്ത പദ്ധതികൾക്കായി $40 ദശലക്ഷം ഇന്ത്യ-ഇസ്രായേൽ വ്യാവസായിക ഗവേഷണ വികസന ഫണ്ട് രൂപീകരിക്കുകയും ചെയ്തു. 2018 ജനുവരിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സന്ദർശന വേളയിൽ സൈബർ സുരക്ഷ, എണ്ണ, വാതകം, സൌരോർജ്ജം, ബഹിരാകാശ ശാസ്ത്രം, വ്യോമഗതാഗതം, ഔഷധ നിർമ്മാണം, ചലച്ചിത്ര നിർമ്മാണം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലായി 9 കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ചരക്ക് വ്യാപാരത്തിൽ ഇസ്രായേലിന്റെ ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ-ഇസ്രായേൽ സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന ചർച്ചകളുടെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയായി. 2025 ഏപ്രിലിൽ ഇന്ത്യയും ഇസ്രായേലും കാർഷിക മേഖലയിലെ സഹകരണത്തിനായി പുതുക്കിയ കരാറിൽ എത്തിയിരുന്നു. 2000 മുതൽ 2024 വരെയുള്ള കാലയളവിൽ ഇസ്രായേലിന്റെ ഇന്ത്യയിലേക്കുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപം $334.2 ദശലക്ഷം ആയിരുന്നു. ഇസ്രായേലിൽ നിന്ന് ഇന്ത്യയിൽ 300-ലധികം നിക്ഷേപങ്ങളുണ്ട്. ഇസ്രായേലി ആവാസ വ്യവസ്ഥയും ഇന്ത്യൻ ആവാസ വ്യവസ്ഥയും പരസ്പര പൂരകമാകുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് കാലിക പ്രസക്തിയുണ്ട്. ഈ സന്ദർശനം നയതന്ത്ര ബന്ധങ്ങളുടെ തുടർച്ച മാത്രമല്ല, ഇന്ത്യയുടെ സന്തുലിതമായ വിദേശ നയത്തിന്റെ പ്രഖ്യാപനവുമാണ്. വിവിധ മേഖലകളിൽ ഇസ്രായേലുമായി സഹകരണം വർദ്ധിപ്പിക്കാനും അറബ് രാജ്യങ്ങളുമായി സൌഹൃദപൂർണമായ ബന്ധം പുലർത്താനും ഇത് ഇന്ത്യയെ പ്രാപ്തമാക്കുന്നു. ഇന്ത്യ-ഇസ്രായേൽ ബന്ധങ്ങൾക്ക് പുതിയ മാനം നൽകുന്ന ഈ ചരിത്ര ദൌത്യം പരസ്പര വിശ്വാസവും തന്ത്രപ്രധാന സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ തെളിവാണ്. പരസ്പര ബഹുമാനത്തെയും പങ്കാളിത്തത്തെയും അടിസ്ഥാനമാക്കിയുള്ള ഈ ബന്ധം ഭാവിയിൽ കൂടുതൽ വ്യാപ്തിയോടെ മുന്നേറുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വ്യാപകമായി സ്വാഗതം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഔപചാരികതകൾക്കുപരി ഭാവിയിലേക്കുള്ള ദീർഘദർശിയായ നയതന്ത്ര ചുവടുവയ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.